വാരണാസി വായനകളിലൂടെ ഞാൻ അറിഞ്ഞൊരു നഗരം. ഒരിക്കലെങ്കിലും ഒന്ന് പോകുവാൻ, ആ മണ്ണിലൂടെ ഒന്ന് നടക്കുവാൻ ആഗ്രഹിച്ചൊരിടം. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ജീവിച്ചിരിക്കുന്ന നഗരം. റോമൻ സാമ്രാജ്യത്തിനും ഈജിപ്ഷ്യൻ പിരമിഡിനും മുമ്പുണ്ടായ അത്ഭുതം. ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം മരണമാണ്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാശി നമ്മളെ വിളിക്കുമ്പോഴാണ് നമുക്ക് കാശിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതെന്ന്. യെസ്, ഫൈനലി കാശി എന്നെ വിളിച്ചിരിക്കുന്നു. എല്ലാവർക്കും കാശിയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി ആക്ച്വലി എത്തിയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈവനിങ്ങാണ് ഞാൻ വീഡിയോ ചെയ്യണത്. ഇന്നലെ രാത്രി ഏകദേശം ഒരു മണിയോടുകൂടിയാണ് ഞാൻ ഇവിടെ ട്രെയിനിൽ വന്നിറങ്ങിയത്. ട്രെയിനിൻ്റെയൊക്കെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ഇവിടെ വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും IRCTC എടുത്തിട്ട് ഏതൊക്കെ ട്രെയിനിൽ എങ്ങനെയൊക്കെ വരുന്ന എല്ലാം അറിയാം. ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ കാണാനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാനുണ്ട്, എങ്ങനെയാണ് കാശി, നമ്മൾ ഈ പറയണ കഥകളിലും റീലുകളിലും കാണുന്ന കാശിയാണോ യഥാർത്ഥ കാശി. ഞാൻ കാശി എന്നാണ് എനിക്ക് കുറച്ചും കൂടി പറയാൻ എളുപ്പം, വാരണാസിനേക്കാളും ബനാറസിനേക്കാളും. അപ്പോൾ കാശിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിലെ തൊട്ടേക്കുമ്പോഴേക്കും നിൻ്റെ അമ്മാവൻ കാശിക്ക് പോയി, നിൻ്റെ മുത്തശ്ശൻ കാശിക്ക് പോയി, അങ്ങനെ ഒരു എന്താ പറയുക, എൽഡറായിട്ടുള്ളൊരു മൂത്ത വീട്ടിലെ കാരണവന്മാരായ ആൾക്കാരൊക്കെ പോകുന്നൊരു സ്ഥലം എന്നാണ് കുഞ്ഞിലെ എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നീട് വളർന്നു വന്നപ്പോഴേക്കും കാശി വായിച്ച അറിവുകൾ, കേട്ട കഥകൾ, പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ രീതികളിൽ അങ്ങനെ ഒരു പ്രായമായവർ മാത്രമല്ല, ചെറിയ ആൾക്കാർ മുതൽ ഇവിടെ ഞാൻ ഇന്നലെയൊക്കെ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് പോലും വരുന്നുണ്ട്, വന്ന് വിസിറ്റ് ചെയ്ത് എന്താ പറയുക, ഒരു റിലീജിയസ് പ്ലേസിനേക്കാൾ കൂടുതൽ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസായിട്ട് കാശിനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയും ഹിസ്റ്റോറിക്കലായിട്ട് എന്താ പറയുക, റോമൻ സാമ്രാജ്യത്തിനും അല്ലെങ്കിൽ ഈജിപ്തിനേക്ക് മുമ്പേ കെട്ടി ഉയർത്തിയ ഒരു പുണ്യപുരാതന നഗരമാണ് നമ്മുടെ കാശി. അത് ഒരു റിലീജിയസ് ആയിട്ട് അല്ലെങ്കിൽ ഇന്ന ജാതിക്കാർ അങ്ങനെ ഒന്നുമില്ല, ഏവർക്കും സ്വാഗതമുള്ള ഒരു ഭൂമിയാട്ടോ നമ്മുടെ ഇന്ത്യയുടെ, അല്ലെങ്കിൽ ലോകത്തിലെ, ഇന്ത്യയുടെ ഒരു സ്വർഗം എന്ന് പറയാം, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരം എന്ന് പറയാം. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമ്മുടെ ദശമേധ് ഘട്ടിനടുത്തുള്ള ബ്രഹ്മദേവ് ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ സ്റ്റേ ചെയ്യണത്. അപ്പോൾ ഇവിടെ കാശിയുടെ കാഴ്ചകൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ സ്വന്തം കാശി, ഗംഗാ നദി നോക്കിക്കുകയും. ഇപ്പോൾ ഇതേ അതിൻ്റെ അപ്പുറത്ത് ഒരു ഏരിയ ഉണ്ടോ, അതും അങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്ന് നമ്മൾ വീഡിയോസിലൊക്കെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നറിയില്ല, ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് അങ്ങനെ ഒരു ഏരിയ ഉണ്ട്, അവിടെ പോകാൻ പറ്റും, അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റും എന്നൊക്കെ അറിഞ്ഞത്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഒരു മിഡിലായിട്ടുള്ള പോർഷനിലാണ്. അങ്ങോട്ട് അസിഘട്ട്, ഇങ്ങോട്ട് മണികർണഘട്ട്, അങ്ങനെ അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ നിന്ന് അസിഘട്ട് തൊട്ട് ഇവിടെ അശ്വമേധ് ഘട്ട് വരെ ഏകദേശം ടോട്ടൽ ഒരു 88 ഘട്ടുകൾ ടോട്ടലുണ്ട് ഇവിടെ. അതൊക്കെ വിസിറ്റ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ വേറൊരു കാഴ്ച കൂടി ഞാൻ കാണിച്ചു തരാം. അവിടെ അങ്ങോട്ട് നോക്കിക്കേ, ആകാശത്ത് പട്ടങ്ങൾ പറക്കുന്നുണ്ടോ. ഇവിടെ പട്ടം പറത്തലൊരു മെയിൻ വിനോദമാണ്. എല്ലാ ടെറസിൻ്റെ മുകളിൽ നിന്നും ഓരോരോ പട്ടങ്ങളൊക്കെ വെച്ച് ഇതേ ആൾക്കാർ അവിടെയൊക്കെ പറത്തുന്നുണ്ടോ. നല്ല രസമില്ലേ പട്ടം പറത്തലാനായിട്ട്. അവിടെ നിന്നൊക്കെ പുറത്തുണ്ട് കേട്ടോ. അവിടെ നിന്ന് പിള്ളേര് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ പിള്ളേർ വളർത്തുന്ന കണ്ടോ. ഇത് അവിടെ മുകളിലുണ്ട് പിള്ളേർ. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ടെറസിൽ, അവിടെ, ഇവിടെ, അങ്ങനെ ടോട്ടലി ഒരു ഫുൾ പട്ടംപുറത്തിലാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഇന്നലെ വന്നിട്ട് ഇവിടെ ദശമേധ് ഘട്ടിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ കിട്ടി. ഏകദേശം ഒരു 200 രൂപയായിരുന്നു ഓട്ടോക്കാരൻ. ഇവിടെ ഫുൾ ഗള്ളീസാണ്. ഗള്ളീസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇടവഴികളാണ്. അതുകൊണ്ട് വാഹനങ്ങളൊന്നും അകത്തേക്ക് വരില്ല. 2 വീലർ തന്നെ കഷ്ടിച്ചാണ് പോണത്. അതും ഹോൺ അടിച്ച് വെറുപ്പിച്ചിട്ടാണ് ഇവർ പോണത്. അങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് എത്തി. രാത്രി നടന്നു വന്നപ്പോൾ കുറച്ച് പേടിയായി, കാരണം അങ്ങനത്തെ ഒരു ഇടതൂർന്ന വഴികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവിടെ എത്തി. നല്ലൊരു ഗസ്റ്റ് ഹൗസാണ്. ഞാൻ എൻ്റെ റൂമിൻ്റെ വീഡിയോ കാണിക്കാം, നിങ്ങൾ അത് കണ്ടിട്ട് പോട്ടെ. അത് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യണമല്ല, അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ട് പോവാം. എന്നിട്ട് ബാക്കി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഏകദേശം 200 വർഷം പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഓണറായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഇവരുടെ ഇപ്പോഴത്തെ കറണ്ട് ഓണറിൻ്റെ ഗ്രാൻഡ് ഫാദർ പണ്ട് കാശി വിസിറ്റ് ചെയ്തിരുന്നപ്പോൾ പുള്ളി ഇവിടെയായിരുന്നു സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം ഇത് സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് പുള്ളി ഇത് വാങ്ങുകയും പിന്നീട് പുള്ളിയുടെ മക്കൾ പേരക്കിടാങ്ങൾ ആ രീതിയിൽ അവർ നോക്കി നടത്തുകയും ചെയ്യുകയാണെന്ന് അറിഞ്ഞത്. ഇതിൻ്റെ 3ാമത്തെ ഫ്ലോറിലായിരുന്നു നമ്മുടെ മുറി. 2 മുറികൾ ഏകദേശം കോമൺ ടോയ്ലറ്റ് ആയിട്ട് വരുന്നു. 2 റൂമുകളിൽ അറ്റാച്ച്ഡ്
ടോയ്ലറ്റാണ്. അപ്പോൾ നമ്മൾ കോമൺ ടോയ്ലറ്റ് വരുന്ന റൂമാണ് എടുത്തത്. അതിന് ഏകദേശം ഒരു ദിവസം 800 റുപ്പീസ് നമുക്കായി. പക്ഷെ വളരെ നീറ്റായിരുന്നു. നമ്മുടെ ഗട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ റൂം. നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഗംഗാ വ്യൂ ഉണ്ടായിരുന്നു. പുറത്തെ ക്ലൈമറ്റ് തണുപ്പാണോ ഫോഗാണോ എല്ലാം നമുക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റുമായിരുന്നു. ഇതാണ് നമ്മുടെ റൂം. വളരെ ക്ലീൻ, വളരെ മിനിമലായിട്ടുള്ളൊരു റൂമായിരുന്നു. ഇവിടെ ഫാനൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല തണുപ്പായിരുന്നു. നല്ലൊരു പെയിൻറ്റിങ്ങും അത്യാവശ്യം ചെറിയൊരു ടേബിളൊക്കെ ആയിട്ട് എല്ലാം സെറ്റായിരുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ ജനൽ. ഈ ജനലിൽ നോക്കി തന്നെ നമുക്ക് എങ്ങനെയും കാണാം. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. പിന്നെ പുറത്ത് എത്രത്തോളം തണുപ്പുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണാമായിരുന്നു. അപ്പോൾ നിങ്ങൾ കാശിയിൽ വന്നിരുന്നെങ്കിൽ ഞാൻ പക്കാ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യണേ റൂം എടുക്കാനായിട്ട്. അടിപൊളിയായിരുന്നു ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ. നിങ്ങളപ്പോൾ റൂമിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടല്ലോ, ഇത് ഏകദേശം ഒരു 200 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം കേട്ടോ. കാരണം നമുക്ക് ഇവിടെ വന്നിട്ടുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ആയിട്ടുള്ള ഒരു ചേട്ടനൊക്കെ ആയിട്ട് ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോൾ സംസാരിച്ചു. പുള്ളി ഒരു പ്രീസ്റ്റാണ്. ഒരുപാട് കാര്യങ്ങൾ കാശിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇപ്പോൾ കാശി റിനോവേഷൻ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഫീലിങ്സ് കാര്യങ്ങളെല്ലാം പുള്ളി പറഞ്ഞിട്ട് കാര്യമായിട്ട് ശരിയാണ്. ഇതൊരു പുണ്യപുരാതന നഗരമായിട്ട് ഇരിക്കുമ്പോൾ അത് പൊളിച്ചു പണിയേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം ഇതൊരു ഇന്ത്യയുടെ ഒരു മുഖമുദ്രയായിട്ടൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതൊരു റിനോവേറ്റ് ചെയ്ത് ഒരു പുതുക്കുന്ന അങ്ങനത്തെ ഒരു ആവശ്യമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പുള്ളിയായിട്ട് ഇന്നലെ കുറേ സംസാരിച്ചു. അപ്പോൾ ഈ കാശിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കാശിയിൽ ഇതിനു മുമ്പ് വന്ന ആൾക്കാരായിട്ട് സംസാരിച്ച് എങ്ങനെയുണ്ട് കാശി, എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ മെയിനായിട്ട് പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ഇവിടുത്തെ സ്ട്രീറ്റ്സിൽ കിട്ടുന്ന സ്ട്രീറ്റ് ഫുഡ്സിൽ സൂക്ഷിച്ച് കഴിക്കണം. ഇല്ലെങ്കിൽ ഫുഡ് പോയ്സൺ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മിക്കവർക്കും അടിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ എനിക്കിവിടെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് കുറേ ഇന്ന സ്ഥലങ്ങളിൽ നേരത്തെ ഇന്നതൊക്കെ കഴിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്താൽ വന്നത്. അതെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്തു കേട്ടോ. ഞാൻ കഴിച്ചില്ല. ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കഴിക്കുന്നത്. കാരണം നമ്മൾ തിരിച്ച് നമ്മുടെ ട്രെയിനാണ് പോണത്. എന്തെങ്കിലും പണി പറ്റിയ ഇവിടെ അടുത്തൊരു മെഡിക്കൽ ഷോപ്പ് പോലും ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തൊട്ട് അടുത്തടുത്ത് മെഡിക്കൽ ഷോപ്പ് ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെ മെഡിക്കൽ ഷോപ്പ് പോലും ഇല്ല. അടുത്ത് ഒരുപാട് പോകണം. അത് നടന്ന് പോകണം. വണ്ടികളൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കണം ഓർത്തുകൊണ്ട് ഫുഡ് ടൂർ ഞാൻ ഇവിടുത്തെ ക്യാൻസൽ ചെയ്ത് പകരം ഇന്നലെ രാത്രി ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 1 മണിക്കൂർ ഉറങ്ങി നേരെ ഒരു 4:45 എഴുന്നേറ്റി നേരെ ആ കാണുന്ന അസീഘട്ടിലി ആണ് മോർണിംഗ് ഗംഗാരതി നടക്കുന്നത്. അതൊരു കിടിലനായിരുന്നു. ഞാൻ ചെന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാർട്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പോവാം. എന്നിട്ട് ബാക്കി കഥ പറയാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ സമയം രാവിലെ ഇപ്പോൾ 5 മണിയായി. അപ്പോൾ രാവിലത്തെ ഗംഗാരതി നടക്കുന്ന അസീഘട്ടിലാണ്. അത് 5:30 മണിയൊക്കെയാണ്. നമ്മുടെ റൂമിൽ നിന്ന് ഈ ഘട്ടിലൂടെ ഒരു ഏകദേശം 1 മണിക്കൂറോളം നടക്കാനുണ്ട്. നമ്മളപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ വെതറിൽ നോക്കുമ്പോൾ തന്നെ 7 ഡിഗ്രി കാണിക്കുന്നത്. ശരിക്കും നമ്മുടെ മൊബൈലിലെ വെതറിനേക്കാളൊക്കെ ടെമ്പറേച്ചർ കുറവായിരിക്കും ശരിക്കും എന്നാണ് പറയണത്. രാവിലത്തെ ഇതാണ്. എല്ലാ ബോട്ടുകളൊക്കെ ഇങ്ങനെ കരയിനോട് ചേർത്തിട്ടുണ്ട്. നല്ല ഫോഗാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ നടന്നങ്ങ് അസീഘട്ടിലേക്ക് എത്താം. എന്നിട്ട് ആരതി കാണാം.
ഹലോ ഗൈസ്, അങ്ങനെ അപ്പോൾ നമ്മൾ മോർണിംഗ് ആരതി അസീഘട്ടിൽ കണ്ടു. ഒരു വേറിട്ട അനുഭവമായിരുന്നു കേട്ടോ. നമ്മൾ എത്തിയപ്പോഴേക്കും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നുള്ളൂ, ആൾക്കാരെ കൂടി ഉണ്ടായിരുന്നു. എന്നാലും ഒരു നല്ലൊരു പ്ലേസിൽ നിന്നിട്ട് തൊട്ടടുത്ത് നിന്ന് ആ ഒരു ചടങ്ങ് കാണാൻ പറ്റി. വളരെ ഹാപ്പി. അപ്പോൾ ഇതാണിപ്പോൾ അസീഘട്ടിൻ്റെ കറണ്ട് അവസ്ഥ. നോക്കിക്കേ, ഇന്ന് സൺഡേ ആയിട്ട് പോലും ഞാൻ വിചാരിച്ചൊരു ക്രൗഡ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഒരു നോർമൽ ക്രൗഡ് ഇവിടെ ഉണ്ടായുള്ളൂ. ഇനി നമുക്കിനി അങ്ങോട്ട് നടക്കണം. നമ്മുടെ ദശമേധ് ഘട്ടാണ്, അസീഘട്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ എൻ്റെ ഭാഗം. ഇനി അങ്ങോട്ട് നടന്ന് നമുക്ക് കുറേ ഘട്ടുകൾ, അതിനി ഞാൻ വന്നപ്പോഴേക്കും വിസിബിലിറ്റി കുറവായിരുന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഓരോന്നായിട്ട് കരണ്ടും പോയി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഓരോ പ്ലേസായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് നടക്കാം. ഇങ്ങനെ ഓരോ ഒരു ചെറിയ ചെറിയ ടെമ്പിൾസ് നമുക്കിവിടെ എവിടെയൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അവിടെയൊക്കെ ഓരോ വിളക്ക് കത്തിച്ചിരിക്കുന്ന ഓരോരുത്തർ പ്രാർത്ഥിക്കുന്ന കാണാം. രാവിലെ തന്നെ നമ്മുടെ ചൂട് ചായയും മാഗി നൂഡിൽസൊക്കെ വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വന്നപ്പോഴേക്കും ഇവിടെ ഘട്ടില് ഇങ്ങനെ പടങ്ങൾ വരച്ച് വെച്ചേക്കണേ കേട്ടോ. നല്ല രസത്തിൽ ഇവർ പടങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെയിന്റിങ്സ് അതിലുണ്ട്. ഇൻസ്റ്റാഗ്രാം ഈ മന്ദിരമൊക്കെ നോക്കിക്കേ, എത്ര വർഷത്തെ പഴക്കമുണ്ടാവല്ലേ ഇതൊക്കെ. ഇപ്പോഴും ഈ വാരണാസിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത്രയും കാലത്തിനതീതമായിട്ട് നിൽക്കുന്ന ഇതേപോലെയുള്ള ഒരു കെട്ടിടങ്ങളൊക്കെയാണ് വാരണാസിയുടെ ഒരു മുഖമുദ്ര എന്ന് തന്നെ പറയാം. ശരിക്കും വേറൊരു ലോകത്തെത്തിയൊരു ഫീലാട്ടോ ഇവിടെയൊക്കെ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഫോഗായറൊന്നും കണ്ടില്ല കേട്ടോ. ഒരു ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു വലിയൊരു കെട്ടിടമാണ് നമ്മുടെ ഗംഗാ നദിയുടെ കരയിലായിട്ട്. അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ഇപ്പോൾ രാവിലത്തെ ബോട്ടിങ്ങിനായിട്ട് ഇപ്പോൾ ആൾക്കാരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേരൊക്കെ ഇതേ ബോട്ടിങ്ങിന് പോകുന്നുണ്ട്. മറ്റേ സൈബീരിയൻ ബേഡ്സ് ഒക്കെ ഇപ്പോൾ വരുന്ന ടൈമാണ്. ഇപ്പോൾ ഒന്നും കാണില്ല, അങ്ങനെ അകത്തോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഫുൾ ഫോഗ് ആയതുകൊണ്ട് നമുക്കൊന്നും വിസിബിലിറ്റി ഇല്ല. നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഇങ്ങനത്തെ ചെറിയ ബോട്ടിന് ഇവർ പറഞ്ഞത് ഹാഫ് അവറിന് 800 rupees ഒരുപാട് ബോട്ടുകൾ ഇപ്പോൾ മോർണിംഗ് റൈഡിന് വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. കരയിലൊക്കെ ഓരോരുത്തർ നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ റേറ്റൊക്കെ ബാർഗെയിൻ ചെയ്തിട്ട് നോക്കുക. എവിടെ ക്യാമറ വെച്ചാലും കിട്ടില്ല ഫ്രെയിമാണ്. അത്ര നല്ല രസമാണ്. നിങ്ങൾ ഒരിക്കലും ഈ സമയത്തൊക്കെ വന്നിട്ട് തണുപ്പാണെന്ന് പറഞ്ഞിട്ട് രാവിലെ കിടന്ന് ഉറങ്ങരുത്. എന്തായാലും മസ്റ്റായിട്ട് വന്നിട്ട് ഈ ഘട്ടിൻ്റെ സൈഡിൽ കൂടി നടന്ന് ആരതിയൊക്കെ കണ്ട് ഒന്ന് ആ ഒരു അനുഭവം ഫീൽ ചെയ്യണം. അത്ര രസമാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഡാർക്കായിട്ട് തോന്നുന്നത് ഇവിടുത്തെ പട്ടികളാട്ടോ. എല്ലായിടത്തും ഒരുപാട് പട്ടികളുണ്ട്. അതൊക്കെ ഇത്തിരി ഡേഞ്ചറാണ്. നമ്മളൊക്കെ ഉള്ളൂ മാക്സിമം അതിനെ മൈൻഡ് ചെയ്യാതെ നടന്നു പോവാം. കയ്യിലൊരു സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇതിപ്പോൾ കണ്ടോ, അവൻ്റെ ഏരിയയിൽ വേറൊരു പട്ടി വന്നപ്പോൾ അവൻ അതിനെ കുറച്ച് ഓടിക്കുന്ന ശ്രമം തോന്നും. ഇവിടെ ഗംഗാ നദിനെ ആചരിക്കുന്ന ഒരു ചടങ്ങാണിത്. ഇത് നമുക്കിവിടെ മേടിക്കാൻ കിട്ടുമ്പോൾ 20 രൂപയുടെ. നമ്മൾ ജസ്റ്റ് കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒഴുക്കി വിട്ടാൽ മതി. നമുക്കത് ചെയ്യാമല്ലോ. നോക്കണം. അങ്ങനെ ഗംഗയുടെ തീരങ്ങളിലൂടെ ഇങ്ങനെ നടക്കുക. നമുക്കിനി ആക്ച്വലി ഇവിടെ നമ്മൾ
വാരണാസിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ പ്രൊട്ടക്ടറായിട്ടുള്ള കാൽഭൈരവൻ്റെ അനുഗ്രഹം മേടിക്കുക എന്നുള്ളതാണ്. പുള്ളിയുടെ അനുഗ്രഹം മേടിച്ചിട്ട് വാരണാസിയിൽ എന്തും ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ നോർമലി ഇന്ന് സൺഡേ കൊണ്ട് തിരക്കുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എനിവേ അവിടെ ഒന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ ക്രൗഡും കാര്യങ്ങളൊക്കെ എന്നറിയാം. അതിനുശേഷം കാശി വിശ്വനാഥ ടെമ്പിളിൽ പോകണം. ഇത് രണ്ടുമാണ് നമ്മൾ വാരണാസി വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങൾ. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയിട്ട് പിന്നെ ഉറങ്ങിയില്ലായിരുന്നു. ജസ്റ്റ് ഒരു 2 മണിയൊക്കെ ഒന്ന് അവിടെ മുകളിലൊക്കെ ഇരുന്ന് പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് നമ്മളൊരു 4:45 ഇറങ്ങി. കറക്റ്റ് സമയത്ത് തന്നെ എത്തി കേട്ടോ. നമ്മൾ ചെന്നപ്പോഴേക്കും ഈ ഗംഗാരതിക്കുള്ള വിളക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് പോകണ്ടായിരുന്നുള്ളൂ. ആരതിക്ക് നല്ല കറക്റ്റ് ഒരു പ്ലേസിലൊക്കെ ഇരുന്ന് കണ്ട് ഇതിപ്പോൾ നോക്കിക്കേ ആരുമില്ല ചുറ്റും. പക്ഷെ ഒരു ഉച്ചക്കൊക്കെ നമ്മൾ വന്നു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ. നോക്കാം. അപ്പോൾ ഗംഗാരതി നിങ്ങൾ കണ്ടില്ലേ, ഒരിക്കലും ഇവിടെ വന്നിട്ട് നല്ല തണുപ്പായിരുന്നു. രാത്രി ആയപ്പോഴേക്കും ഒരു 6 ഡിഗ്രിയോളം പോയായിരുന്നു മൊബൈലിൻ്റെ ആപ്പിൽ. ശരിക്കും അപ്പോൾ അതിലും കുറവായിരിക്കുമല്ലോ. അപ്പോൾ ആ തണുപ്പത്ത് നിങ്ങൾ പുറത്തും കൂടി കിടക്കാണ്ട് ആ ഒരു ആരതി കാണാൻ പോയിട്ടുള്ള ഫീലിങ്സ് വേറെ ലെവലായിരുന്നു കേട്ടോ. ശരിക്കും ഈ ഘട്ടിലൂടെയൊക്കെ ഒരു മനുഷ്യനില്ല, ഫുള്ള് ഫോഗ്. ആകെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒരു സ്നാനം ചെയ്യണം കണ്ടായിരുന്നു ആൾക്കാർ. അത്രയും വെളുപ്പിനാ തണുപ്പത്ത്. അതൊഴികെ ഈ ഘട്ടുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഹരിശ്ചന്ദ്ര ഘട്ടുണ്ട്. അവിടെ നമ്മുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ മണികർണ ഘട്ടുണ്ട്. അവിടെ ചിത ഒരുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്നലെ രാത്രി പോയപ്പോഴേക്കും അവിടെ ഒരു 2-3 ചിതകൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടായിരുന്നു. അങ്ങനെ അസ്ഥിഘട്ട് കണ്ടു. അസ്ഥിഘട്ട് ആ ഒരു തണുപ്പത്ത് പുറച്ച് മൂടി കിടന്ന് ആ യാത്രയുടെ ക്ഷീണം മാറ്റാണ്ട് അത് പോയത് എന്തുകൊണ്ട് എനിക്ക് വെറുത്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു നല്ലൊരു പ്ലേസിൽ നിന്ന് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. രാവിലെ തന്നെ ഒരു എന്താ പറയുക ഹാപ്പിയായി. അതിനുശേഷം ഞാൻ ചെയ്തതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാശിയിൽ വരുന്ന ആരും ഇവിടെ കാശിയിലെ മിത്ത് സ്റ്റോറീസ് അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇതൊരു റിലീജിയസ് പ്ലേസിനേക്കാൾ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഇവിടെയാണ് കാണുന്നത്. എങ്കിൽ പോലും കാശിയുടെ പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് കാലഭൈരവനാണ്. പുള്ളിയെ പോയി കണ്ട് പുള്ളിയുടെ അനുവാദം മേടിച്ചതിന് ശേഷം മാത്രമേ കാശിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാനോ കാണാനോ പാടുള്ളൂ എന്നൊക്കെയാണ് ഒരു അറിവ്. അപ്പോൾ നേരെ അവിടെ പോയി ഒരു 30 മിനിറ്റോളം ക്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം പുള്ളിയെ കണ്ടു, തൊഴുതു, അനുഗ്രഹം മേടിച്ചു, പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മുടെ ഗ്രേറ്റ് കാശി വിശ്വനാഥ ടെമ്പിളിൽ പോയി അവിടെ പ്രാർത്ഥിച്ചു. അവിടെ ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതും നല്ല നിന്ന് ആണ് കണ്ടത്. പുറത്തുനിന്നൊക്കെ ആരതി കാണുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾ കണ്ടിട്ട് പോവാം. ഈ 2 സ്ഥലങ്ങളിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കാലഭൈരവൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ നമുക്ക് ഫോണകത്ത് കയറ്റാം. പക്ഷേ ചെരുപ്പുകളൊന്നും എവിടെയും സൂക്ഷിക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ നമ്മളീ പോകുന്ന വഴിയിൽ കുറേ ഈ നമ്മൾ ചെല്ലുമ്പോഴേക്കും അമ്പലത്തിലേക്കുള്ള പ്രസാദം മേടിക്കാനുള്ള കടകളുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പ്രസാദം മേടിച്ച് കഴിഞ്ഞാൽ അവിടെ ചെരുപ്പ് വെക്കാൻ പറ്റും. എങ്കിൽ അവർ ചെരുപ്പ് വെക്കുള്ളൂ. ഇറ്റ്സ് കൈൻഡ് ഓഫ് ബിസിനസ്സാണ്. എങ്കിൽ പോലും നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ വെക്കാം. അങ്ങനെ പോയി കണ്ട് തൊഴുതു വരാം. ഒരു 50 രൂപയോളം ഉള്ളൂ ഒരു പ്ലേറ്റ് പ്രസാദത്തിന്. പിന്നെ കാശി വിശ്വനാഥ ടെമ്പിൾ വരുമ്പോൾ ഇവിടെയും സെയിം സീൻ ഉണ്ടാവും. ഇവിടെ ഫോൺ കയറ്റില്ല, ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും കയറ്റില്ല, ചെരുപ്പ് കയറ്റില്ല. അപ്പോൾ ഇവിടെയും ചെരുപ്പ് ഇതേപോലത്തെ കടകളിൽ വെക്കേണ്ടി വരും. എന്തെങ്കിലും പ്രസാദം മേടിച്ചാൽ അതും ഒരു ഏതെങ്കിലും പൂക്കടകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തും. പക്ഷേ ഫോൺ പലരും നമ്മുടെ വഴിയിൽ വെച്ചൊരു ബിസിനസ് പോലെ ഇവിടെ ലോക്കറുണ്ട്, അവിടെ ലോക്കറുണ്ട്, ഇവിടെ വെക്കാം അങ്ങനെയൊക്കെ പറയും. പക്ഷെ അവിടെ ഒന്നും വെക്കരുത്. അതല്ലാതെ നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് ഫ്രീ ആയിട്ടുള്ള ലോക്കറുണ്ട്. അവിടെ നമ്മുടെ ഫോണും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം. ചെരുപ്പ് വെക്കാൻ പറ്റില്ല, ബാക്കിയെല്ലാം സൂക്ഷിക്കാം. ഇത് രണ്ടും നിങ്ങൾ ഈ അമ്പലം വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാലഭൈരവൻ്റെ അവിടെ മൊബൈൽ കയറ്റാം, കാശി വിശ്വനാഥൻ്റെ അവിടെ മൊബൈൽ കയറ്റാൻ പറ്റില്ല.
അങ്ങനെ 2 സ്ഥലത്തും തൊഴുതു. പിന്നെ നേരെ പോയത് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു രാജശ്രീ എന്നാണ് തോന്നുന്നത് ആ റെസ്റ്റോറൻറ്റ് പേര്. അവിടെ പോയൊരു താളി മീൽസാണ് കഴിച്ചത്. അങ്ങനെ നേരെ രാവിലെ എഴുന്നേറ്റു, അത്രയും നടന്ന്, നല്ല നടത്തുണ്ട് കേട്ടോ, അത്രയും നടന്നു കാഴ്ചകളൊക്കെ കണ്ടതിന് ക്ഷീണത്തിൽ തിരിച്ച് റൂമിലേക്ക് വന്ന് ഇപ്പോൾ ഒന്ന് ഫ്രഷായി വീണ്ടും വൈകുന്നേരം പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ യാത്രയിൽ തന്നെ ഞാൻ കുറേ ഗള്ളികൾ, അതായത് ഇടവഴികളിലൂടെ കണ്ട് ഇവരുടെ നഗരം, അതായത് ചെറിയ വഴികൾ, പഴയ കെട്ടിടങ്ങൾ, പല ആൾക്കാരും പഴയ ഡ്രസ്സ്, വസ്ത്രരീതി, ഭയങ്കര രസമായിരുന്നു ആ വഴികളോട് നടക്കാനായിട്ട്. ഈ പറഞ്ഞ മാതിരി രാത്രികളിൽ വന്നപ്പോഴേക്കും ഒരു പട്ടിയുടെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റിക്കൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരെ മൈൻഡ് ചെയ്യാണ്ട് തന്നെയാണെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇനി ബാക്കി കാഴ്ചകളിലേക്ക് കിടക്കാം. ഇനി നാളെയും കൂടി ഉണ്ട്, 2 ദിവസമുണ്ട്. 2 ദിവസമൊക്കെ ഉള്ളൂ കേട്ടോ കാശി എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് മാസങ്ങളോട് ഇവിടെ നിൽക്കുന്ന ഫോറിനേഴ്സ് ഉണ്ട്, വേറെ ദിവസങ്ങളോട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, കുറേ സ്പിരിച്വലായിട്ട് ഫീലിങ്സ് ഉള്ള ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2 ദിവസം കാണാനുള്ള കാഴ്ചകളാണ് എനിക്ക് കാശിയിൽ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മോർണിംഗ് ആരതി കണ്ടു. ഇനി ഈവനിങ് ഒരു ആരതി ഉണ്ട്, അത് ദശമേധ കട്ടി തന്നെയാണ്, ഈ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ അത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴേ അത് പോയി കാണുള്ളൂ. അതേപോലെ തന്നെ ഇത്രയും വന്നിട്ട് ഗംഗാ നദിയിലൂടെ ഒരു ബോട്ടിങ് കൂടി നടത്തണമല്ലോ, അത് രാത്രിയും രാവിലെ നടത്തണമുണ്ട്. ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ്, നടക്കുമെന്നറിയില്ല. അപ്പോൾ നമുക്കതൊക്കെ കാണാം. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നോക്കിക്കേ, പട്ടങ്ങളൊക്കെ ആകാശത്ത് തുറക്കുന്നത്. ഇത് രസമല്ലേ? ഞാൻ ഇത്രയും പട്ടമൊക്കെ മറ്റേ പറവ സിനിമയിലൊക്കെയാണ് കണ്ടേക്കുന്നത്. നമ്മളവിടെ നിന്ന് ഇത്രയും പട്ടങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ബീച്ചിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലാം തൊട്ട് തൊട്ട് മുട്ടിയാണ് കേട്ടോ കെട്ടിടങ്ങൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇതിലെ വീഡിയോസൊക്കെ പലതും പല ഓർഡറിലൊക്കെ ആയിരിക്കും വരുന്നത്. ഞാൻ പലപ്പോഴായിട്ട് ഇന്ന് രാവിലത്തെ ആരതിയൊക്കെ ഞാൻ രാവിലെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്, ഫുഡ് കഴിക്കാൻ പോയതൊക്കെ. പിന്നെ ചില വീഡിയോസ് ചിലപ്പോൾ നാളെ ആയിരിക്കും. എല്ലാം കൂടി ഒരു ഒറ്റ വീഡിയോയിൽ ഒതുക്കി ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഞാൻ പുറത്തോട്ട് ഇറങ്ങി ബാക്കി കാഴ്ചകളൊക്കെ കാണട്ടെ. രാത്രിയായിട്ട് വരുന്നു. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. രാത്രി ദീപങ്ങളും എല്ലാം ആയിട്ട് വേറൊരു വൈബാണ്. അപ്പോൾ ആ കാഴ്ചകൾ മാക്സിമം നിങ്ങളുടെ മുമ്പിൽ ഒഴിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്ത കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത ബ്രഹ്മദേവ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്ക് ഇതേപോലത്തെ ചെറിയ വഴികളാട്ടോ എല്ലായിടത്തും. ഏകദേശം ഒരു 2 സ്കൂട്ടറിന് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്ന ആ ഒരു ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. എല്ലാം ഒരു പഴയ കെട്ടിടങ്ങളാട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 5 അപ്പോൾ ഞാൻ ഇനി സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കൂടുതൽ നിങ്ങളെ ഗട്ടിലെ കാഴ്ചകൾ കാണിച്ചു തരാം. അതായിരിക്കും കുറച്ചും കൂടി രസമുള്ളത്. ഗട്ടിലേക്ക് ഇറങ്ങുവാണ്. ഒരു കുറച്ച് വീടിൻ്റെ മുമ്പിൽ കൂടെ പോകണേ, അപ്പോൾ അത് ഷൂട്ട് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ക്യാമറ ഇങ്ങനെ വെച്ചേക്കുന്നത്. കണ്ടോ, നമ്മൾ ഈ ഗട്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ കാണുന്ന കാഴ്ച നോക്കിക്ക്. നമ്മുടെ ഗംഗാ നദി നമ്മുടെ മുകളിൽ നിന്നപ്പോൾ കണ്ടത്തില്ലേ, ആ സെയിം തന്നെ വ്യൂ താഴെ. ഇവിടെ പല തരത്തിലുള്ള പല ടൈപ്പ് ബോട്ടുണ്ട്. കൈ കൊണ്ട് തുഴയുന്നതുണ്ട്, മോട്ടർ വെച്ച് പോകുന്നതുണ്ട്, പലതരത്തിലുള്ളതുണ്ട് കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഓരോ ഏരിയക്കും പറയുന്ന പേരാണ് ഗട്ടെന്ന്. അപ്പോൾ ഈ ഗട്ടിൽ കുറേ പേരൊക്കെ കുളിക്കുന്ന അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കൽ കുറച്ച് സീനാണ്. കാരണം അവരുടെ പ്രൈവസി പോണതാണല്ലോ, അതുകൊണ്ട് നമ്മൾ സൂക്ഷ്യം കണ്ടൊക്കെ വീഡിയോ എടുക്കണം. നോക്കിക്കേ കാഴ്ചകൾ. കണ്ടോ, ഈ റൂട്ടാണ് നമുക്ക് ഈ ഘട്ടിലൂടെ നടന്ന് മണികർണിക ഘട്ട് അതിൻ്റെ അപ്പുറത്തോട്ട് വരെ പോവാം. ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും ഇവിടെ ലാസ്റ്റ് വരുന്നത് അസിഘട്ടാട്ടോ. നമുക്ക് ആദ്യം അസിഘട്ടിലേക്ക് നടക്കാം. അസിഘട്ടിലായിരുന്നു ഇന്ന് രാവിലെ പോയിട്ട് നമ്മൾ ആരതി കണ്ടത്. ഈ ഘട്ടിലൂടെ നടക്കുമ്പോഴേക്കും മെയിനായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂത്രത്തിൻ്റെ സ്മെല്ലാട്ടോ. ഇവിടെ പ്രോപ്പറായിട്ടൊരു ടോയ്ലറ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഈ ഘട്ടിൻ്റെ സൈഡിലൊക്കെയാണ് മൂത്രം ഒഴിച്ചിടുന്നത്. ഭയങ്കര സ്മെല്ലാണ് അതിൻ്റെ. പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും ഇതൊഴുകി ഗംഗയിലോട്ട് തന്നെ പോകുന്നത് കാണാം. അതുകൊണ്ട് അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ.
കാരണം ബോട്ടുകൾ തന്നെ ഇപ്പോൾ പലതും പല സൈഡിലേക്ക് പോകുന്നുണ്ട്. ബോട്ടൊക്കെ നല്ല ചാർജ് ഒരു പറഞ്ഞിട്ടോ. ഷെയറിങ് ആണെങ്കിൽ 100 രൂപ. അത് കുറേ മറ്റേ സ്കൂൾ കുട്ടികളെ സ്കൂളിലോട്ട് കൊണ്ടുപോകണം, അതിൽ അട്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ്. അല്ലാണ്ട് 5-6 പേരൊക്കെ പോകുന്നതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമ്മൾ പ്രൈവറ്റായിട്ട് ബോട്ട് എടുക്കണമെങ്കിൽ ഇവർ 1500, 2000, 3000 വരെയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങേറ്റത്തെ കട്ടിയിൽ നിന്ന് ഇങ്ങേറ്റത്തെ കട്ടൊക്കെ വരെ പോകാനായിട്ട്. അല്ലേ, എല്ലായിടത്തും ഈ പട്ടികളുടെ ഒരു ഇതുണ്ട്. പകൽ ഇവർ വലിയ സീനില്ല, പക്ഷെ രാത്രി നമ്മളെ കാണുമ്പോൾ ഞാൻ മുരളണം ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയൊക്കെ എൻ്റെ കയ്യിൽ ഈ സെൽഫി സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് വലിയ രീതിയിലുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. ഇവരൊന്നും അടുത്തോട്ട് വന്നില്ല. അല്ലെങ്കിൽ എന്തായിരിക്കും എന്നെനിക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മുടെ അടുത്തോട്ടൊക്കെ വരുമായിരിക്കും. രാത്രിയൊക്കെ നല്ല കൊടൂര തണുപ്പാട്ടോ എൻ്റെ അമ്മോ. നമ്മൾ മുറിയുടെ ഉള്ളിൽ തന്നെ ഒരു 2 ബ്ലാങ്കറ്റൊക്കെ വെച്ച് പുതച്ചിട്ട് കിടന്നത്. ഇപ്പോൾ ഞാൻ വന്നേക്കുന്നത് ജനുവരി മാസത്തിലാണ്, എന്നിട്ട് പോലും നല്ല തണുപ്പുണ്ട്. രാവിലെ ആരതി കാണാൻ ഇറങ്ങിയപ്പോഴും ഭയങ്കര നല്ല തണുത്ത് വിറച്ചൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ഇവർക്ക് കുറേ വരച്ച പടങ്ങളൊക്കെ എടുക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെ നോക്കിയത് കപ്പലണ്ടി അങ്ങനത്തെ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നിവിടെ വന്നിട്ട് ഇങ്ങനെ അഗോരീസിനെ അങ്ങനെ വളരെ കാര്യമായിട്ടൊന്നും കണ്ടില്ല കേട്ടോ. ഈ ഒഴുകി വരുന്നതൊക്കെ മൂത്രവും പല കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റേതായ ഒരു സ്മെല്ലുണ്ട്. പിന്നെ ഇവിടെ വേറെ എടുത്തു പറയേണ്ട സ്ഥലമാണ് കുരങ്ങന്മാർ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ മുകളിൽ കുരങ്ങന്മാരുണ്ടാവും. അപ്പോൾ വാതിൽ ഞെല്ലൊക്കെ അടച്ചിട്ടില്ലെങ്കിൽ കുരങ്ങന്മാർ ഏറി പെരക്കിയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നോക്കി എല്ലായിടത്തും ഇങ്ങനെ രുദ്രാക്ഷമാലകൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ കെട്ടിടങ്ങളായിട്ട് വെറുതെ ഈ കട്ടിൻ്റെ സൈഡിൽ കൂടി ഇപ്പോൾ നമ്മൾ ഈ ബോട്ടിലേക്ക് കൂടെ ഇങ്ങനെ പോകുമ്പോഴേക്കും ഇങ്ങനെ മനോഹരമായിട്ടുള്ള കട്ടുകൾ ദൂരേന്ന് കണ്ട് അത് കണ്ട് ജസ്റ്റിന് പോകാനായിട്ട് നല്ല രസമാണ്. ഇവിടെയൊക്കെ എടുത്തത് ചായ, മാഗി, അതേപോലെ തന്നെ ഓരോരോ ഐറ്റംസ് കണ്ടില്ലേ. ഇവിടേക്ക് ഇരുന്നിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമായിരിക്കും. നമുക്ക് അതൊക്കെ രാത്രിയിലൊന്ന് ട്രൈ ചെയ്യാം. അവിടെ നിന്ന് കുറച്ച് വീഡിയോസോ ഫോട്ടോസോ അങ്ങനത്തെ ഐറ്റംസ്. ഹിന്ദുക്കളുടെ ഇടയിലുള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് മരിച്ച് ഇവിടെ ഗംഗയുടെ തീരത്ത് ചിത കത്തിച്ചിട്ടുണ്ടെങ്കിൽ മോശം കിട്ടുമെന്ന് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ മരിക്കാറായവർക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്റ്റേ ഒരുക്കുന്നുണ്ട്. എല്ലാം ബുക്ക് ചെയ്തിട്ട് നമ്മൾ മരിച്ചു കഴിയുമ്പോഴേക്കും ഇവിടെ കൊണ്ടുവന്ന് അവരെന്നെ കത്തിച്ച് ഗംഗയിൽ ഒഴുക്കി എല്ലാം ചെയ്തു തരും. അപ്പോൾ ഇവിടെ വന്ന് മരിച്ച് ചിത കത്തിച്ച് ഗംഗയിൽ ഒഴുക്കി കഴിഞ്ഞാൽ പുനർജന്മത്തിൽ നിന്ന് മോശം ഉണ്ടാവും എന്നാണ് അറിയുന്നത്. ഒരുപാട് പേര് അറിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് മരണമാണ്. അതൊക്കെയാണ് ഇവിടെ കാശിയുടെ പ്രത്യേകതകൾ. ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്കൊന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് വൈറലായി, അല്ലെങ്കിൽ വൈറലായെന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു മന്ദിരമായിരുന്നു അത്. പിന്നീട് അവിടുത്തെ പൂജാരി ഇടപെട്ട് എല്ലാവരും റീലിന് വേണ്ടി അവിടെ ഒരു വിശ്വാസം നോക്കാണ്ട് ചുമ്മാ റീലിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്തായിരുന്നു. ആ സ്ഥലം ഞാൻ കാണിച്ചു തരാവേ. കണ്ട് ഇതായിരുന്നു ആ ഒരു മന്ദിരം. അവിടെ നോക്കുമ്പോഴേക്കും ഈ ബാക്കിൽ ഈ ബോട്ടൊക്കെ പോകണ കണ്ട് കറക്റ്റ് ഞാനത് എവിടെയെങ്കിലും അതിൻ്റെയൊക്കെ റീൽ വല്ലതും കിടപ്പണെങ്കിൽ ഞാൻ എന്നപ്പോൾ ആഡ് ചെയ്തിടാം കേട്ടോ. നല്ല രസമായിരുന്നു അത്. അതെടുക്കണമെന്ന് വിചാരിച്ച് തന്നെ ഞാനും വന്നത്. പക്ഷെ ഇപ്പോൾ അറിയുന്നത് അത് ക്ലോസ്ഡ് ആണെന്നാണ്. ഇങ്ങനത്തെ കാഴ്ചകളാട്ടോ ഫുള്ള്. ഇങ്ങനെ നമ്മൾ ഓരോ 50 മീറ്റർ എടുത്ത് കഴിയുമ്പോഴും അടുത്ത ഘട്ടമാണ്. ഇപ്പോൾ അടുത്തത് ക്ഷേമേശ്വർ ഘട്ടിലേക്കാണ് എത്തിക്കുന്നത്. ഇങ്ങനെ കാഴ്ചകളും ഈ ഘട്ടിൽ കൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നടക്കാനായിട്ട് നല്ല രസമാണ്. ബോട്ടിൽ പോകാനായിക്കൂടെ കുറച്ചും കൂടി. പക്ഷേ ബോട്ടിൽ പോകുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് അങ്ങനെ പറ്റാത്തവർ ജസ്റ്റ് ഇതിലൂടെ ജസ്റ്റ് വാക്ക് ചെയ്താൽ മതി. അത് രാവിലെയും വൈകുന്നേരം ഉച്ചക്കൊക്കെ നോക്കിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുവിധം ഒതുങ്ങി തിരക്കൊക്കെ. ഇപ്പം ഇനി സമയം ഇപ്പോൾ ഒരു 5:45, 6 മണി കഴിയുമ്പോഴേക്കും ദശമേത് ഘട്ടിൽ ആരതി കഴിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ആരതിക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചു. കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. ഈവനിങ് ആരതിക്ക് നല്ല ക്രൗഡാണ്. വെറുതെ അതിൻ്റെ ഇടയിൽ പോയിട്ട് ദൂരെ നിന്ന് കാണണ്ടല്ലോ. നാളെ തിങ്കളാഴ്ചയുള്ള നാളെ വൈകുന്നേരം സമാധാനപരമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ കാശി. നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരിക്കലും ഇവിടെ വരണം.
ഇന്ന് രാവിലെ ഞാൻ ഈ മണികർണികാട്ടിൽ പോയപ്പോഴേക്കും അവിടെ കുറേ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അധികം സമയമൊന്നുമില്ല, കത്തിത്തീർന്നു. ഒരാളുടെ ജീവിതം കത്തിത്തീരുന്ന അധിക സമയമൊന്നും വേണ്ട. കത്തിത്തീരുമ്പോൾ അവരൊന്നും കൂടെ കൊണ്ടുപോകണില്ല. എന്താ പറയുക, പഠിച്ച ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റോ നേടിയ ശമ്പളമോ സേവിങ്സോ ബന്ധുമിത്രാദികളോ ഒന്നുമില്ല. ഒറ്റയ്ക്കങ്ങ് പോവുക. അത്രേ ഉള്ളൂ ജീവിതം എന്നൊരു പഠിപ്പിക്കുന്നൊരു സാധനമാണ്. ലൈഫ് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കുള്ള ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. ആരോടും പിണക്കം, പരിഭവങ്ങൾ, ഈഗോ, അഹങ്കാരമൊന്നും ഇല്ലാണ്ട് നമ്മുടെ ലൈഫ് നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തീർക്കാമെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാശി നമ്മൾ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളൊക്കെ. എവിടെ നിന്നാലും ഇവിടെ ഫോട്ടോ ഒക്കെ ഉള്ള പോസ് കിട്ടും കേട്ടോ. അത്രയും കിട്ടുന്ന ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ എല്ലാം. കണ്ട ഇവിടെ ഷോക്കി കട്ട്, ഇതിനപ്പുറത്ത് വേറെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതേപോലെ തന്നെ ഗംഗാ വ്യൂ റെസ്റ്റോറൻറ്റ്സും കുറേ ഉണ്ട്. അതേപോലെ പകലൊക്കെ നമ്മൾ ഈ വഴി വരുമ്പോൾ ബോട്ടിങ്ങിനുള്ള ആൾക്കാർ ഇങ്ങനെ വഴിയിൽ നിന്ന് നമ്മളെ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ രാവിലേക്ക് ഇതിൽ വന്നായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോ അങ്ങ് എടുക്കാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സ്ത്രീകൾ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സ്നാനം ചെയ്യേണ്ട. അവരൊക്കെ കുറച്ച് ഓപ്പണായിട്ടായിരുന്നു ഡ്രസ് ചേഞ്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ എവിടെയെങ്കിലൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് അവരൊക്കെ പെട്ട് കഴിഞ്ഞാൽ അതൊരു മോശം പരിപാടിയല്ലേ. അല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോ എടുക്കുന്നത് ആ ഇൻറ്റൻഷനോടുകൂടി കാണുന്ന ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അത് വേറൊരു പ്രശ്നമാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്ന നല്ലത്. ഇപ്പോൾ ആരും സ്നാനം ചെയ്യുന്നില്ല, നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇതിലൂടെ നടന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈവനിങ് ആകുമ്പോൾ ഈ ബോട്ടിലൊക്കെ തിരക്കുണ്ടാവും. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ദശമേധ് ഘട്ടിൽ ഈവനിങ്ങിൽ ആരതി നടക്കുമ്പോൾ അത് ബോട്ടിൽ നിന്ന് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അതെനിക്ക് തോന്നുന്നു പെർ ഹെഡ് 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആരതി നടക്കുന്നതിൻ്റെ അവിടെ ബോട്ട് നിർത്തിയിട്ട് അവിടെ ഇരുന്ന് നമുക്കിത് കാണാൻ പറ്റും. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കുറച്ച് നേരത്തേക്ക് അവിടെ പോയിട്ട് സീറ്റ് പിടിച്ചിട്ട് അത് തൊട്ടടുത്തിരുന്ന് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതേപോലെ തന്നെ ഇതേ കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ചെറിയൊരു പ്ലേറ്റിൽ നമുക്ക് സ്വയം ചെറിയൊരു ക്യാൻഡിലൊക്കെ വെച്ച് ഗംഗാരതി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെ അത് ചെയ്തായിരുന്നേ. ഗൈസ്, ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് സ്കേറി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ആദ്യമേ മുൻകൂട്ടി പറയുവാണ്, അതൊരു ഞാൻ പറഞ്ഞല്ലോ ഹരിശ്ചന്ദ്ര ഘട്ടാണ്, അവിടെ ചിത കത്തിക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോയാണ്. ഞാൻ നോക്കട്ടെ, അത് ദൂരെ നിന്ന് ഞാൻ കാണിക്കാം. അടുത്തെല്ലുമ്പോൾ കുറച്ച് സ്കേറി ആയിരിക്കാം. കണ്ടോ, അവിടെ 2 ചിത കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അറ്റേ ടൈം 4 ചിതയായിട്ട് കത്തുന്നത്. അത് കാണാനാണ് ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ നടന്ന് മറ്റൊരു മനോഹരമായ ഘട്ടിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ ഇരുട്ടായി തുടങ്ങി. നമ്മൾ അവിടെ വെച്ച് വീഡിയോ നിർത്തിയെന്ന് വെച്ചാൽ അവിടെ ഒരു അഘോരി നേക്കഡായിട്ടിരുന്നിട്ടൊരു പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പരിസരത്തുള്ള ആൾക്കാർ പറഞ്ഞ് ഷൂട്ട് ചെയ്യലെന്ന്. നമ്മളിവിടെ ഒറ്റയ്ക്കല്ലേ, വേറെ മലയാളിയാണ്, ഹിന്ദിയിലും അത്ര വലിയ പ്രാവീണ്യമൊന്നുമില്ല. അവന്മാരെന്തെങ്കിലും പറഞ്ഞാൽ സോറി പറയാൻ പോലും അറിയത്തില്ല. വെറുതെ പ്രശ്നമാവേണ്ടെന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് ഓഫ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നു. പുള്ളിനെ കിട്ടിയൊന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ പുള്ളിനെ കണ്ണിക്ക് എടുക്കത്തില്ലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബിൽഡിംഗ് കേട്ടത് രാവിലെ വന്നപ്പോൾ കണ്ടായിരുന്നു. നല്ല രസം നോക്കി. ആ മുകളിലത്തെ അടുത്തിലൊക്കെ ബാൽക്കണിയിലൊക്കെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. കണ്ടോ, നിരഞ്ജനി ഘട്ട്. അപ്പോൾ അതേ നമ്മളിവിടെ ഈ ഘട്ടിലിരിക്കുവാണേ. കണ്ടോ, അസിഘട്ടിലോട്ട് അങ്ങ് അറ്റത്തേക്ക് പോകുന്നില്ല. അത് നമുക്കിനി നാളെ പോവാം. ഇനി അവിടെ ആരതിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളവിടെ ദശമേധ് ഘട്ടിലാണ് ആരതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. ഇനി തിരിച്ച് നടക്കട്ടെ. അപ്പോൾ റൂമിൽ പോയിട്ട് കൂട്ടുകാരൻ അവിടെ ഉണ്ട്, അവനെ പിക്ക് ചെയ്തിട്ട് ഇനി അപ്പുറത്തേക്ക് പോകണം. കൊള്ളാം, വൈകുന്നേരമൊക്കെ ഇനി രാത്രിയൊക്കെ ഇവിടെ വരുന്ന് വൈബ് അടിക്കണം. നല്ല രസമുണ്ട് കാണാനായിട്ട്. രാത്രിയാകുമ്പോഴേക്കും തണുപ്പും കൂടി വരുന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാം അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പറ്റാവുന്ന കാഴ്ചകൾ കാണിച്ചു. അപ്പോൾ ഇന്ന് ഈ ഘട്ടിലൂടെയുള്ള കാഴ്ചകളൊക്കെ രാത്രി കാഴ്ചകളാണ്. നാളെ പകലത്തെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഗള്ളി വഴികളോടുള്ള സ്ട്രീറ്റിലെ കച്ചവടം, പിന്നെ ഷോപ്പിംഗ് എന്തൊക്കെയുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഞാൻ നാളെ കാണിക്കാം. അപ്പോൾ ഞാൻ ഇനി തിരിച്ചു പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. ബോട്ടുകൾ പോകുന്നുണ്ടോ, എല്ലാം ലൈറ്റൊക്കെ കത്തിച്ച്
രാത്രി ബോട്ടിങ് പോയാൽ അതൊരു വേറെ വൈബ്, പകൽ വേറെ വൈബൊക്കെയാണ്. രാത്രിയിൽ നമ്മുടെ വാരണാസിയിലെ കെട്ടിടങ്ങളെല്ലാം ഫുൾ ലൈറ്റ് ഇട്ട് കാണുന്നുള്ളത് നമുക്ക് ബോട്ടിലിരുന്ന് കാണാം. രാവിലെ പോയി കഴിഞ്ഞാൽ മറ്റേ സൈബീരിയൻ പക്ഷികളുടെ ഒപ്പം സൂര്യോദയം കാണാം. ഉച്ചക്ക് പോയാൽ നല്ല ചൂടുവെള്ളം, എല്ലാം ഓക്കെ ആട്ടോ. ഞാൻ പറഞ്ഞത് പട്ടികളുടെ ശല്യം കണ്ട പട്ടികൾ ഇതൊക്കെ ഇത്തിരി ഡേഞ്ചറാണ്. പിന്നെ ഞാൻ തിരിച്ചിടട്ടെ, ഈ വന്ന കാഴ്ചകൾ തന്നെയാണ്. ഇനി അവിടെ ചെന്നിട്ട് ഇനി അപ്പുറത്തെ സൈഡിലോട്ട് കിടക്കാം. അവിടെ കുറച്ച് ഫോട്ടോ പോയിൻ്റൊക്കെ ഉണ്ടാക്കുക. നാളെ പോകണമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഇനി രാവിലെ അമ്പലത്തിൽ പോയിട്ട് അവിടെ കുറേ ടൈം നമുക്ക് സ്പെൻഡായി. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഉച്ചയായപ്പോഴേക്കും വെയിലുമായി, നിന്ന് ക്ഷീണിക്കുകയും കൂടിയൊക്കെ ചെയ്ത്. ഞാൻ പറഞ്ഞ പോലെ വാരണാസി വേറെ ഫീലിംഗ് ആണ്. കുറച്ച് എന്താ പറയുക, പൈസ ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫേക്ക് ആളുകളുണ്ട്. അതേപോലെ തന്നെ വൃത്തിയില്ലായ്മയുണ്ട്. അത് ഭക്ഷണം ഉണ്ടാക്കുന്നതിലായാലും ഇവിടെ പബ്ലിക്ലി ഓരോന്ന് ചെയ്യണതിൻ്റെയൊക്കെ ആയാലും. എനിവേ, വാരണാസിക്ക് ഒരു സോളുണ്ട്. അത് ഇത്ര വർഷമായിട്ടുള്ള കെട്ടിടങ്ങളാണ്. വിദേശികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അവരൊക്കെ മറ്റേ ഇന്ത്യ കാണാനുള്ള ഇതിൽ വന്ന് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നടന്നിട്ട് ഇനി ബാക്കി കാഴ്ചകൾ കാണിക്കാം. ഓക്കെ. ദശമേധ് ഘട്ടിലെ രാത്രി സ്ട്രീറ്റിലെ കാഴ്ചകളാട്ടോ. കംപ്ലീറ്റ് ഓണാണ്. കൂടുതലും ദൈവങ്ങളുടെ സ്റ്റാച്ചു, അതുപോലെ തന്നെ തണുപ്പ് ഡ്രസ്സ്, എവിടെയൊക്കെ പൂജ സംബന്ധമായ സാധനങ്ങൾ അതൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യണത്. വാരണാസിയിലെ മോസ്റ്റ് ഹാപ്പിംഗ് പ്ലേസ് ദശമേധ് ഘട്ടിൻ്റെ അവിടെയാണ്. ആ ഘട്ടിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും ഇഷ്ടംപോലെ കടകൾ, ഡ്രസ്സിന് അയക്കാനും ഭക്ഷണം കഴിക്കാനാണെങ്കിലും ചായ കുടിക്കാനാണെങ്കിലും ഇഷ്ടംപോലെ കടകളാണ്. അത് വലിയ ഏരിയ ഉണ്ടാവും, ഒട്ടും കൺജസ്റ്റഡ് ഒന്നുമല്ല. ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഹലോ ഗായ്സ്, എല്ലാവർക്കും രണ്ടാം ദിവസത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബോട്ടിങ് ചെയ്യാൻ വേണ്ടി വന്നേക്കുകയാണ്. രാവിലെ നേരത്തെ എഴുന്നേക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ ലേറ്റായി കിടന്നുകൊണ്ട് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ നമ്മൾ ഇവിടെ ചായയും മാഗിയും കഴിക്കാൻ വേണ്ടി വന്നേക്കുകയാണ് നമ്മുടെ ഇവിടെ ബയ്യയുടെ അടുത്ത്. ഇതായിട്ട് നമ്മുടെ ബയ്യ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കി ചോദിക്കുന്നതാണ്. അതിനുശേഷം പുള്ളിയുടെ തന്നെ ആയിട്ടുള്ള ബോട്ടിങ്ങിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമുക്ക് അത്യാവശ്യം പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. മാഗി നൂഡിൽസാണ്. ഇവയെ നമുക്ക് മറ്റേ ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള നൂഡിൽസാണ് കേട്ടോ. നല്ല രസം. ഇന്നലെ വൈകിട്ട് ഞാൻ കഴിച്ചായിരുന്നു. നല്ല രസമാണ് ഇവിടെ കഴിക്കാൻ. രാവിലെയൊക്കെ ഈ ഘട്ടിൻ്റെ സൈഡിൽ നിന്നൊക്കെ മാക്സിമം സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡ് നൂഡിൽസാണ്. പിന്നെ വേറെ ദോശ അല്ലെങ്കിൽ ഉപ്പുമാ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി കുറച്ച് നടക്കാറുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് അത്ര നടക്കാനുള്ള മടിയുണ്ട് രാവിലത്തെ ഫുഡ് മാഗിയാക്കാന്ന് വിചാരിച്ച് കഴിക്കട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോവാട്ടോ. നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ടൊരു പ്രൈവറ്റ് ബോട്ട് കിട്ടിയിട്ടുണ്ട്, വൈറ്റ് കളറിലെ. അത്യാവശ്യം പക്ഷികളൊക്കെ ഉണ്ട്, അങ്ങോട്ടും പറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കാം. അപ്പോൾ ഇവർ പറഞ്ഞത് അസീന്ന് ലാസ്റ്റ് കട്ട് വരെ നമ്മൾ കറങ്ങാൻ കൊണ്ടുപോയി തിരിച്ചു തന്നതിന് 1600 രൂപ പറഞ്ഞേക്കുന്നത്. അത് നല്ലൊരു ഡീലാട്ടോ. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ 3000 ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർ നല്ല ഡീലിനാണ് ഈ പ്രൈസ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് എല്ലാ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. നമ്മൾ ബോട്ടിലൂടെ പോയിക്കുമ്പോൾ നമ്മുടെ ഈ സൈഡിൽ കാണുന്നതായിട്ട് നമ്മുടെ വാരണാസിയുടെ വ്യൂ. ഇങ്ങനെ ഓരോരോ ഘട്ട്, ഇങ്ങനെ ഓരോ 50 മീറ്റർ കൂടുമ്പോൾ ഓരോ ഘട്ടമാണ്. ഇത് നമ്മൾ ഏറ്റവും ആദ്യത്തെ അസീഘട്ട് തൊട്ട് ലാസ്റ്റ് ഘട്ട് വരെ ഇവർ നമ്മളെ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. വെർത്താട്ടോ ഈ ബോട്ടിങ്. രാവിലത്തെ ഇവിടുത്തെ ബോട്ടിങ് വെർത്തായിട്ടുള്ള സംഭവമാണ്. ഈ വിൻ്റർ സീസണിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ സൈബീരിയൻ ബേഡ്സിനെ കണ്ടുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. എപ്പോഴും നിങ്ങൾ പ്രൈവറ്റ് ബോട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവസിയും കാര്യങ്ങളും നല്ല ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഘട്ടമായിട്ടുള്ള അസിഘട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അസിഘട്ടിൽ ആ ഒരു ഗോപുരമൊക്കെ നമുക്ക് കാണാം അവിടെ ആയിട്ട് രാവിലത്തെ മോർണിംഗ് ആരതി നടക്കുന്നത് അവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. ഇവിടെ നിന്ന് ഇനി അങ്ങ് എൻഡ് വരെയാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഇതായിട്ട് ഇപ്പോൾ അസിഘട്ടിലെ കാഴ്ചകൾ കംപ്ലീറ്റ് ഇപ്പോൾ സൈബീരിയൻ പക്ഷികളാട്ടോ. നല്ല രസമാണ്. നിങ്ങളിപ്പോൾ വാരണാസിക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ഡിസംബർ ജനുവരി മാസങ്ങൾ വരുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. ഇവിടുത്തെ എനിക്ക് വന്നതിൽ ഏറ്റവും ഹൈലൈറ്റ് തോന്നുന്നത് ഇവിടുത്തെ ബോട്ടിങ് തന്നെയാണ്. ഈ ഫുൾ കട്ടുകളും കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങേറ്റത്ത് അങ്ങേറ്റം വരെയൊക്കെ ഒരു നല്ലൊരു റീസണബിൾ റേറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ ഈ പക്ഷികളെയൊക്കെ ഫീൽ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പോവാം. അതാണ് നമ്മുടെ വാരണാസിയിൽ ഒരു 9 ഡിഗ്രിയോളം ചരിഞ്ഞിട്ടുള്ള ആ ഒരു ഇത്. നമ്മുടെ എന്താ പറയുക, പിസാ ഗോപുരത്തിനേക്കാളും ചരിഞ്ഞതാണ് ഇത്. പിസാ ഗോപുരം 4 ഡിഗ്രി ചരിവുള്ളൂ, ഇത് 9 ഡിഗ്രി ചരിവുള്ളൊരു ഗോപുരം കേട്ടോ നമ്മുടെ വാരണാസിയുടെ ഇതിലുള്ളത്. അതേപോലെ തന്നെ ഇതാ കാണുന്നതാണ് മണികർണിക ഘട്ട്. നമ്മൾ ട്രെയിനിൽ വന്നിറങ്ങുന്ന പാലം. ഈ പാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്, അതായത് വാരണാസി. ആ ട്രെയിനിൽ കൂടി തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഘട്ടമായിട്ട് നമോ ഘട്ട്. വലിയൊരു കൈകൂപ്പി നിൽക്കുന്ന സ്റ്റാച്ചു ഉണ്ടാവും, ഒരു ചെറുതുണ്ട്. മിക്കവരും കണ്ടിട്ടുണ്ട് ആ വാർത്തയിലൊക്കെ ഗംഗയിൽ വെള്ളം പൊങ്ങി എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ സ്തൂപങ്ങൾ, ഈ സ്റ്റാച്ചു മുങ്ങിയേക്കണത് നമുക്ക് കാണാൻ പറ്റും വെള്ളത്തിൽ. ഈ കൈയൊക്കെ ഒരു പാതിയോളം വെള്ളത്തിൽ മുങ്ങും. അത്രത്തോളം ഫ്ലഡ് ഇവിടെ ഉണ്ടാവാറുണ്ട് ആ സമയങ്ങളിൽ. ഈ പാലം കണ്ടാവും. ഇതിൻ്റെ താഴത്ത് കൂടി റെയിൽവേയും മുകളിൽ കൂടി നമ്മുടെ 4 വീലേഴ്സ് റോഡ് ഗതാഗതവും താഴെ കൂടി റെയിൽവേ ഗതാഗതവും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഈ ചേട്ടനായിട്ട് നമുക്കിവിടെ ബോട്ടിങ് കുറഞ്ഞ പൈസക്ക് സെറ്റാക്കി തന്നത്. അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ചെറിയ റേറ്റിൽ നമുക്ക് ഫുൾ ഘട്ടുകളും കാണിച്ച് തന്ന് ഫുൾ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് നമ്മളെ ഹാപ്പി ആക്കിയിട്ട് വിടും. അപ്പോൾ ചേട്ടൻ്റെ നാം क्या है भैया? भैया मेरा नाम विशाल है. माय मोबाइल नंबर 9616217593. ऑल घाट्स घुमाता है सभी लोग को. 64 घाट्स. ठीक है सर. डिस्काउंट मिलेगा? हाँ डिस्काउंट मिलेगा. आप वाराणसी आइए, आपका अवेलेबल है. ഓക്കെ, താങ്ക്സ് ഭയ്യ. ഇതാണ് നമ്മുടെ വാരണാസിയിലെ വൈറൽ ഫോട്ടോ സ്പോട്ട് എന്ന് പറയാം, ഫോട്ടോഷൂട്ട് സ്പോട്ട്. ബുണ്ടി പർക്കോട്ട ഘട്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇവിടെ ശിവലിംഗം, നന്ദി, ശിവൻ, ബ്രഹ്മ, വിഷ്ണു, പിന്നെ ഹഗോരീസ്, പിന്നെ ഗംഗാരതി, അങ്ങനെ നമ്മുടെ വാരണാസിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫോട്ടോസും ഇവിടെ വോളിൽ പെയിൻറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് കുറേ പേരൊക്കെ ഇന്ന് ഇപ്പോൾ രാത്രി ആയാലും വെട്ടുണ്ട്, പകലായാലും ഒരുപാട് പേര് വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ക്രൗഡ് ഉണ്ട് ഇവിടെ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ താമസിച്ച ഘട്ടമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ വെള്ളം നോക്കിക്കേ, ഭയങ്കര ക്ലിയർ ആണ്, പൊല്യൂട്ടഡ് അല്ല. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ കുളിക്കാൻ നല്ല രസമായിരിക്കും. നമ്മുടെ ലൈക്ക് ആലുവ മണപ്പുറത്തേക്ക് ആ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഫീൽ എനിക്ക് ഇവിടെ ഉണ്ട്. സേഫ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇറങ്ങുന്നില്ല, നമ്മൾ ഇവിടെ ഷൂ ഒക്കെ ഇട്ട് വന്നേക്കണേണ്, വേറെ ഡ്രസ്സിലാണ്. ഇവിടെ നിന്ന് നമ്മുടെ ഘട്ടിലോട്ട് അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട് കേട്ടോ. ഘട്ടിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഷൂട്ടിംഗ് സ്പോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മറ്റേ ബ്രഹ്മാസ്ത്ര മൂവിയിലെ രൺബീർ മാലയും കൂടി കേസരിയ തേര ആ സോങ് ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെ കേട്ടോ. മണികർണിക ഘട്ടിനടുത്തുള്ളൊരു ചരിഞ്ഞൊരു ഗോപുരം, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ പറയുക, ഒരു നിർമ്മിതി ആട്ടോ ഇത്. നമ്മുടെ പിസ ഗോപുരം പോലും 4 ഡിഗ്രിയെ ചരിഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഈ ഒരു ഗോപുരം 9 ഡിഗ്രി ചരിഞ്ഞിട്ടുണ്ട്. ഒരു വിസ്മയമായിട്ട് നിൽക്കുന്നു നമ്മുടെ മണികർണിക ഘട്ടിൻ്റെ ഒരു മുഖമുദ്രയെന്ന് തന്നെ പറയും ഇതിനെ. ഇപ്പോൾ കംപ്ലീറ്റ് വെള്ളം കയറി വെള്ളത്തിലാണ്. ഇതൊക്കെയായിരുന്നു ഞാൻ വാരണാസി കണ്ട കാഴ്ചകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.